ഞാൻ റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹാഷ് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലും സെയിം സാധനത്തിന് വേറൊരു സൊല്യൂഷൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. ഇത് ഈസി അല്ല, ഇത് മീഡിയം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് അതിൻ്റെതായിട്ട് നമുക്ക് കുറേ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഇതിലൊരു ഡി പി വിത്ത് മെമ്മോയിസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്താ നമ്മൾ ഫുള്ളി നമ്മൾ പ്രോബ്ലം എങ്ങനെയാണ് എത്തേണ്ടത്, നമ്മൾ എങ്ങനെയാണ് വൈറ്റ് ബോർഡിൽ ഞാനിത് ചെയ്ത് കാണിച്ചു തരുന്ന എല്ലാം ഉണ്ട് അതിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമുക്ക് ഇനി ക്വസ്റ്റിനോട്ട് കിടക്കാം. നമ്മൾ ഈ റൊട്ടേറ്റഡ് ഡിജിറ്റ്സിന്റെ ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടു. എങ്ങനെയാണ് നമ്മളൊരു ഹാഷ് മാപ്പ് ഇടുന്നതും നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഓരോ വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് ട്രൂ ഓർ ഫോൾസ് തരുന്നതെന്ന് അല്ലെ. അപ്പോൾ പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് എന്താണ് ചില സമയത്ത് ഡിജിറ്റ്സിന്റെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെയും സെയിം ഡിജിറ്റ്സ് വരാനുള്ള അത് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താണ് സെയിം ഡിജിറ്റ്സ് വരുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മളത് പിന്നെയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റ്സ് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താണ് ഒരു ഡൈനാമിക് പ്രോഗ്രാമിങ്ങിന്റെ സൊല്യൂഷനും കൂടി ഇതിനുണ്ട്. ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അത് മീഡിയം കൂടുതലായിട്ട് മാറിയത് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഈസി ആൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇതെന്താ ഒരു മീഡിയം പ്രോബ്ലം ആയിട്ട് മാറും അല്ലേ. ഓക്കെ, നമുക്ക് എന്താണ് ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കണ്ടെന്ന് വിചാരിക്കണോ? എന്തായാലും ഞാൻ പറഞ്ഞുതരാം. റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഈ വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് ആണോ ഇതിൽ റൊട്ടേറ്റഡ് ആയിട്ട് തരുമ്പോൾ ഇങ്ങനെ വരിക എന്നുള്ളതും ഇൻവാലിഡ് ഡിജിറ്റ്സ് ഈക്വൽ ടു 347 ആയിട്ടുള്ളത് എന്നുള്ളത് ഇൻവാലിഡ് ഡിജിറ്റ്സ് 347 ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്കിത് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോ കൂടി ഇട്ട് വെക്കാം. നിങ്ങൾക്ക് അത് വെറുതെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എങ്ങനെയാണ് ഞാൻ എത്തിയതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഫുള്ളി വൈറ്റ് ബോർഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കിനി ഡി പിയുടെ ആൻസറും കൂടി എങ്ങനെയാണ് ഇത് വരിക നോക്കാം. ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കൊരു മെമ്മോയിസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നത്തെ വാല്യൂ മെമ്മറൈസ് ചെയ്യലാണ് മെമ്മോയിസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പാത്ത് കൂടെ ഓൾറെഡി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ പാത്ത് നമുക്ക് വീണ്ടും പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഏതർ ഒരു ഹാഷ് മാപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഒരു ഹാഷ് സെറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പിന്നെ വീണ്ടും വരുമ്പോൾ നമുക്ക് ആ മെമ്മോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഏതൊരു ഹാഷ് മാപ്പ് ഓർ ഹാഷ് സ്ട്രിംഗ് നിന്ന് നമുക്ക് ആ വാല്യൂ ഡയറക്റ്റ് എടുക്കാനേ നമ്മൾ പാടുള്ളൂ. അല്ലാതെ നമ്മൾ വീണ്ടും എന്താണ് റിക്കേഴ്സീവ്ലി അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പുതിയ വാല്യൂ അതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. എന്നാൽ പുതിയ വാല്യൂ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ മെമ്മോയിൽ ഓൾറെഡി ഉള്ള വാല്യൂ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ റീയൂസ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ അല്ലേ. നമുക്ക് പുതിയതായിട്ട് വേറെ ഒന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് അതുവരെ എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു എന്നിട്ട് ഞാൻ നമുക്ക് വൈറ്റ് ബോർഡിലോട്ട് കിടക്കാം. അതാവും കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിക്കണം. കാരണം ഡി പി ആവുന്ന സമയത്ത് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ വൈറ്റ് ബോർഡിൽ വരുമ്പോഴേക്ക് രണ്ടും ഒരുമിച്ചിട്ട് കാണിക്കാം. ഞാൻ എങ്ങനെയാണ് ആ കോഡിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ അതിലേക്ക് എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കോഡ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ഞാൻ വൈറ്റ് ബോർഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെറുതെ കൺസെപ്ച്വൽ ആയിട്ടുള്ള നോളജേ കിട്ടുള്ളൂ. അപ്പോൾ കൺസെപ്ച്വൽ നോളജ് മാത്രമായിട്ട് കിട്ടേണ്ട വെച്ചാൽ ഞാൻ വൈറ്റ് ബോർഡിൽ നിങ്ങൾക്ക് കൺസെപ്ച്വലും ആ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഈ റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് എന്താണ്, നമ്മൾ ഫുള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. മുന്നേ നമ്മൾ ചിന്തിച്ച പോലെയല്ല. മുന്നേ നമ്മൾ ചിന്തിച്ചിരുന്നത് എന്തായിരുന്നു? നമ്മുടെ ചിന്തയെ ഡിഫറെൻ്റ് ആക്കണം. മുന്നേ നമ്മൾ ചിന്തിച്ചിരുന്നത് എന്തായിരുന്നു? നമുക്ക് ഓരോ ഡിജിറ്റ്സ് ഉണ്ട്, അത് വാലിഡ് ആണോ കണക്കാക്കണം, എന്നിട്ട് നമ്മൾ അതിൻ്റെ നോട്ട് ഈക്വൽ ടു എന്നിട്ടുള്ള വാല്യൂ നോക്കിയിട്ട് നമ്മൾ അത് വന്ന വാല്യൂം അതിൻ്റെ ഉള്ള വാല്യൂ തമ്മിൽ നോട്ട് ഈക്വൽ ടു കണക്കാക്കിയിട്ട് നമ്മൾ രണ്ടും കൂടി നോക്കിയിട്ട് കമ്പയർ ചെയ്യുന്നു. ഗുഡ് നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നു. അത് ഗുഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ കൗണ്ട് റിട്ടേൺ ചെയ്യണം അല്ലേ. ഇവിടെ എങ്ങനെ വെച്ചാൽ നമ്മുടെ കൗണ്ട് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ്. കൗണ്ട് റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഗുഡ് നമ്പർ ആവണം. ഗുഡ് നമ്പർ ആവണം. പക്ഷെ അതിലെന്താണ് നമുക്ക് ഫ്ലോ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഓരോ ഡിജിറ്റ് വരെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 356 ആണ് നമ്മുടെ എൻ എന്ന് വിചാരിക്കാം. 356 എന്ന് വിചാരിക്കുമ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വരെ വാല്യൂസ് വരാം അല്ലെ. നമുക്ക് 0, 1, 2 എന്നിട്ടുള്ള വാല്യൂസ് വരാൻ പറ്റും 3 വരെ. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് 5നും 6നും നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനെന്താണ് 9 വരെയും വരാം അല്ലെ. അതിൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 ഒക്കെ വരാം അല്ലെ. കാരണം
0 to 3 വരെ ഫസ്റ്റിൽ വരാൻ പറ്റുള്ളൂ, പക്ഷെ ബാക്കിയുള്ളതിൽ അത് മാറ്റം വരാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക, രണ്ടിലും കൂടിയിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കുക. എന്താ ഇവിടെ നമ്മൾ എന്താണ് ഫുള്ളി നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ വൈസ് ആയിട്ട് നമ്മൾ എങ്ങനെ കണക്കാക്കണം നോക്കുകയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ പൊസിഷനിൽ കൂടെ നമ്മൾ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു മെമ്മോയിൽ സ്റ്റോർ ചെയ്യാണ്, ഒരു ക്യാഷെ പോലെ നമ്മളൊരു മെമ്മോയിൽ സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അതേപോലെ അത് കൂടെ തന്നെ നമ്മൾ ഈ സെയിം കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മെമ്മോന്റെ റിസൾട്ട് മാത്രം റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് നമ്മൾ വീണ്ടും അതിന് തൊട്ടിട്ട് അവസാനം വരെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്താണ് കോഡിലോട്ട് എഴുതിയിട്ട് ആദ്യം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ചും കൂടി വൃത്തിയായിട്ട് ഞാൻ ബോർഡിൽ പറഞ്ഞുതരാം. ഓക്കെ. ഇത് റൊട്ടേറ്റഡ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, ഒന്ന് വാലിഡും ഒന്ന് ഗുഡ് കണ്ടീഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാലിഡ് കണ്ടീഷൻ നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മുടെ വാലിഡ്. വൺ നമ്മുടെ വാലിഡ് ആണ് അല്ലേ. പിന്നെന്താണ് 2 വാലിഡ് ആണ്, 2 വാലിഡ് ആണ്. 3 വാലിഡ് അല്ല, 4 വാലിഡ് അല്ല, 5 വാലിഡ് ആണ്, 6 വാലിഡ് ആണ്, 7 വാലിഡ് അല്ല, 8 വാലിഡ് ആണ്, 9 വാലിഡ് ആണ്, 0 വാലിഡ് ആണ് അല്ലേ. ഇനി എന്താ പിന്നെ നമുക്ക് എന്താണ് നമുക്ക് ഗുഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഗുഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആണ് നമുക്ക് ഗുഡ് ആയിട്ട് ശരിക്കും അവർ പറഞ്ഞത്. 2 ആണെങ്കിൽ ഗുഡ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ, 5 ആണെങ്കിൽ ഗുഡ് ആണെന്ന് പറഞ്ഞിരുന്നു, 6 ആണെങ്കിൽ ഗുഡ് ആണെന്ന് പറഞ്ഞിരുന്നു, പിന്നെ 9 ആണെങ്കിൽ ഗുഡ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ഈ കണ്ടീഷൻസ് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ വാലിഡും ഗുഡും ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇനി നമുക്ക് നമ്മുടെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു എഴുതാം. ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഓഫ് n ആണ്. നമുക്ക് നമ്മുടെ ഡിജിറ്റ്സ് അതാണ് നമുക്ക് എഴുതിച്ചു. നമ്മൾ പിന്നെ എന്താണ് മെമ്മോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്താണ് ആ മെമ്മോവും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു DFS റൺ ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് DFSനൊക്കെ നമുക്ക് എന്താണ് ടോട്ടൽ കൗണ്ട് ആണ് നമുക്ക് റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് റിട്ടേൺ ഓഫ് DFS ഓഫ് നമുക്ക് ഓരോ വാല്യൂസ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇൻഡെക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. പിന്നെ നമ്മൾ ടൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. അപ്പോൾ ടൈറ്റിൽ നമുക്ക് ആദ്യം നമുക്കത് ട്രൂ ആന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്യും, കാരണം ഞാൻ പറഞ്ഞുതരാം അതെന്താന്നുള്ളത്. പിന്നെ നമുക്ക് എന്താണ് ഫോൾസ് ആണ്, ഗുഡ് നമ്പർ എന്നുള്ളത് ഫോൾസ് ആണെന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് DFSനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മുടെ ഇൻഡെക്സ്, പിന്നെ നമ്മുടെ ഇത് എന്ന് പറയുന്നത് ടൈറ്റ് ആണെന്നും, പിന്നെ ഇതെന്താണ് നമ്മുടെ ഈസ് ഗുഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണെന്നുള്ളതും നമുക്ക് ഡിഫൈൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇനി നമ്മൾക്ക് എന്താണ് നമുക്ക് ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ടൈറ്റ് എന്ന് പറഞ്ഞത്, ടൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെയാണ്. അപ്പോൾ 3, 2, 5 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 എന്ന് പറയുന്നത് 0 to 3 വരെ പോകാൻ പറ്റുള്ളൂ അല്ലെ. 0 തൊട്ടിട്ട് 3 വരെ അതിന്റെ പോകാൻ പറ്റുള്ളൂ വാല്യൂസ്. പക്ഷെ ബാക്കിയുള്ളതിന് എന്ത് പോകാൻ പറ്റും, ബാക്കിയുള്ളതിന് 0 തൊട്ട് 9 വരെയും പോകാൻ പറ്റും, 3, 2, 5. മനസ്സിലാവുണ്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 3, 2, 5 എന്നുള്ളതിന്റെ അതില് ഒരു വാലിഡ് കേസ് സിനാരിയോ ആണ് 199 അല്ലെ. 199 3, 2, 5 ഉൾപ്പെടുന്നതാണ്. അപ്പോൾ രണ്ടിലും ബാക്കി രണ്ടിലും 9 വരാൻ പറ്റും. പക്ഷേ ഈ 499 എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടതാണോ? അല്ല. 499 എന്നതിൽ ഉൾപ്പെട്ടതല്ല. അപ്പൊ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ. അപ്പൊ 199 ആഡ് ചെയ്യാം, പക്ഷെ 499 ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുത്തെ നമ്മളിത് 199 വരും, 499 നമ്മുടെ ആക്സെപ്റ്റബിൾ അല്ല അല്ലെ. ഇപ്പൊ നോട്ട് ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ 499 എന്നുള്ളത് നമുക്ക് നോട്ട് ആക്സെപ്റ്റബിൾ എന്ന് എഴുതാം. നോട്ട് ആക്സെപ്റ്റബിൾ ആണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് മനസ്സിലായി പിന്നില് രണ്ടിലും 9 വരെ പോകാൻ പറ്റും. പക്ഷെ മുന്നിലത്തെ ഫസ്റ്റ് വാല്യൂല് എന്തായാലും നമുക്ക് ടൈറ്റ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് അവിടെ വരെ പറ്റാൻ പറ്റുള്ളൂ, 3 വരെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആകെ 3 ഡിജിറ്റ്സേ നമുക്ക് വരാൻ പറ്റുള്ളൂ അല്ലെ. 3 ഡിജിറ്റ്സ് വരെ വരാൻ പറ്റുള്ളൂ. അല്ല, 3 ഡിജിറ്റ്സ് വരെ വരാൻ പറ്റുള്ളൂ. അല്ല, 3 ലെങ്ത് വരെ. ഓക്കെ, 3 ലെങ്ത് വരെ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ 3 കണ്ടീഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈറ്റ് എന്നുള്ള വാല്യൂ ഉള്ളത്. ഫോർ ടൈറ്റ്. പിന്നെ നമുക്ക് ഈ ഈസ് ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഇഫ് ദ ഡിജിറ്റ് ഈസ് ഗുഡ്. ഇഫ് ദ ഡിജിറ്റ് നമ്മൾ മൂവ് ചെയ്യണ ഡിജിറ്റ്, ഇപ്പൊ നമ്മൾ 0, 1, 2, 3 എന്നിട്ട് ഓരോരോ ഡിജിറ്റ് ആയിട്ട് നമ്മൾ നോക്കില്ലേ. അപ്പൊ ഇവിടെ 9 വരെ വരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഡിജിറ്റ് ഗുഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈസ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പൊ ഇഫ് ദ ഡിജിറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി. ഇനി എന്തിലാണ് അവൈലബിലിറ്റി
ഇൻ ഗുഡ് എന്താണ് സെറ്റ് അല്ലെ. അപ്പൊ ഈ ഗുഡ് സെറ്റിൽ നമുക്ക് എന്താണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലാണ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഈ രണ്ട് വാല്യൂസും ഉള്ളതിന്റെ അർത്ഥം. ഈ ഇൻഡെക്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇൻഡെക്സ് നമുക്ക് എന്താണ് ആദ്യം നമുക്ക് എന്താണ് ഫസ്റ്റ് ഇൻഡെക്സ് സീറോത്ത് ഇൻഡെക്സ് നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലത്തെ വാല്യൂസ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇൻഡെക്സ് ഈസ് ഫോർ എന്താണ് ഇപ്പൊ നമുക്ക് സീറോത്ത് ഇൻഡെക്സ് വന്നു, എന്നിട്ട് ആ സീറോത്ത് ഇൻഡെക്സിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഫോർ ലൂപ്പ് റൺ ചെയ്യിക്കണം. അപ്പൊ സീറോത്ത് ഇൻഡെക്സ് ആണ് ഫസ്റ്റ് പൊസിഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ എന്താ ബാക്കിയുള്ള വാല്യൂസ് റൺ ചെയ്യിക്കണം. എത്ര വരെ പോവാം, 0 1 2 3 വരെ പോവാം. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇൻഡെക്സ്. ഇപ്പോൾ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ അതിലെന്താണ് ബാക്കിയുള്ള വാല്യൂസ് എത്ര വരെ പോകാൻ പറ്റും, 0 1 2 3 4 5 6 7 8 9 വരെ പോവാം ആ പൊസിഷനിൽ. അപ്പൊ അങ്ങനെയുള്ള ആ പൊസിഷൻ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഇൻഡെക്സ് ഇസ് ഫോർ എന്താ പൊസിഷൻ ഓഫ് ദ വാല്യൂസ്, പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്. അപ്പൊ പൊസിഷൻ ഏതുവരെ പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇതില് 0 0 1 വരും, 0 0 2 വരും, 0 0 3 ഇത് വരും. അപ്പൊ ഇങ്ങനത്തെ ഏത് വാല്യൂസും വരും, ഈ വാല്യൂസ് ഒക്കെ വരും. അതുകൊണ്ട് ഇത് 3 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെങ്ത് മാത്രമായിട്ട് എടുക്കുന്നത്. അപ്പോൾ 0 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വരുമ്പോൾ നമുക്ക് എന്താണ് 1 ഡിജിറ്റ് വരും, 2 ഡിജിറ്റും വരും, 3 ഡിജിറ്റ് ഒക്കെ വരും, 0 ഫസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ റേഞ്ച് എന്തായാലും നമുക്ക് എന്താണ് 0 സ്റ്റാർട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് എന്താണ് നമുക്ക് എന്താ ടൈറ്റ് എന്താണെന്നും ഡിജിറ്റ് എന്താണെന്നും ഇൻഡെക്സ് എന്താണെന്നും പറയാനുള്ള മൂന്ന് കണ്ടീഷൻസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എന്താണ് നമുക്ക് ഒരു എന്താ എക്സിറ്റ് കണ്ടീഷൻ വേണം അല്ലെ. അപ്പൊ എക്സിറ്റ് കണ്ടീഷൻ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക, ഇഫ് ലെങ്ത് ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു ഇൻഡെക്സ്. ഇപ്പൊ കറക്റ്റ് നമുക്ക് ഇൻഡെക്സും ഡിജിറ്റ്സിന്റെ ലെങ്ത്തും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ത് ചെയ്യണം, നമുക്ക് 1 റിട്ടേൺ ചെയ്യാം. എപ്പോ ഈഫ് എന്താണ് ഈസ് ഗുഡ്, ഓൾറെഡി ഈസ് ഗുഡ് ആണ്, ഇതുവരെ ഉള്ളത് ഈസ് ഗുഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 റിട്ടേൺ ചെയ്യാം. എൽസ് എന്താ നമുക്കാണ് ഈ ഇതുവരെ എന്നല്ല ആ ഡിജിറ്റ് എന്ന് പറയുന്നത് ഗുഡ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനാണ് വന്നത്. പിന്നെ വരുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്സൈഡിലേക്ക് എത്തിയ കാരണം നമുക്ക് ആകെ 3 ഉള്ളത് 4 ആയി മാറി അല്ലെ. നാലാമത്തെ ഡിജിറ്റ് ആവേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യമില്ല, നമുക്ക് 3 ഡിജിറ്റ്സ് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കാണ് അതുവരെ എന്താണ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് പുറത്തേക്ക് ഗുഡ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സിറ്റ് കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് എന്താ വെച്ചാൽ മെമ്മോ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മെമ്മോന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞുതരാം. മെമ്മോന്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാം, പിന്നെ എന്താണ് ടൈറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാം, പിന്നെ നമുക്ക് എന്താണ് ഈസ് ഗുഡ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ മൂന്നും കൂടിയിട്ട് കൂട്ടുന്ന സമയത്ത് ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇൻഡെക്സ് ടൈറ്റ് ഈസ് ഗുഡ് ഈ 3 വാല്യൂസ് ആണ് നമ്മൾ എന്താണ് മെമ്മോയിൽ സ്റ്റോർ ചെയ്യുക. അപ്പൊ മെമ്മോയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അടുത്ത് ഇനി ഇതേപോലെ തന്നെ സെയിം ഇൻഡെക്സിൽ എന്താണ് ഇതേപോലെ തന്നെ നമുക്ക് അതിന്റെ ആ ഡിജിറ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ എത്താണെന്ന് വിചാരിക്കുക. അപ്പൊ സെയിം ഇൻഡെക്സിൽ തന്നെ സെയിം ഡിജിറ്റ് വരാണെന്ന് വിചാരിക്കുക. അപ്പൊ ലൈക്ക് നമുക്ക് 180 181 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഉള്ള ആ വാല്യൂ എന്താണ് ഓൾറെഡി അതിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഓൾറെഡി ആ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താണ് അതേപോലെ തന്നെ 18 എന്ത് വന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും നോക്കി പോകേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അവിടെ നമുക്ക് ആ വാല്യൂ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ആ മെമ്മോയിൽ നമുക്ക് എന്താണ് ആ വാല്യൂ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിന്റെ വാല്യൂസ് ഓൾറെഡി സ്റ്റോർ ഉണ്ട്. വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ കൗണ്ട് ആണ്. അപ്പൊ അതുവരെയുള്ള ടോട്ടൽ കൗണ്ട് ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് തിരിച്ച് പുറത്തേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ടോട്ടൽ കൗണ്ട് അധികം എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് എന്താണ് ആ ഡിജിറ്റിന്റെ എന്താണ് ആ ഡിജിറ്റ് ഓൾറെഡി ആക്സെപ്റ്റബിൾ ആണോ, ഇനി ആ ഡിജിറ്റിൽ നിന്ന് അങ്ങോട്ട് മുന്നിലേക്ക് പോവാണല്ലോ എന്നുള്ളതാവും നമുക്ക് എന്താണ് കൂടുതലായിട്ട് നമ്മുടെ മെമ്മോയിൽ സ്റ്റോർ ആവുക ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ മെമ്മോയിൽ ഉണ്ടാവുക. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ വാല്യൂ ഓൾറെഡി മെമ്മോയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, ഇൻ മെമ്മോ. മെമ്മോ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഡി പി ആണ്, ഇത് നമ്മുടെ ഡി പി ആണ്. ഡി പി വിത്ത് മെമ്മോയിസേഷൻ ആണ്. മെമ്മോ എന്ന് പറയുന്നത് മെമ്മറൈസേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നമ്മൾ മെമ്മറൈസേഷൻ നമ്മൾ മെമ്മോയിസേഷൻ എന്ന് പറയുന്നത് കാരണം ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ട് ഒരു വാല്യൂവിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാണ്, ഒരു ഹാഷ് മാപ്പിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ അതേ സാധനം നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ തള്ളി പുറത്തേക്ക് ഇട്ടാൽ മതി. നമുക്ക് വേറെ ഇനി വീണ്ടും ഇതേ വാല്യൂസ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ എന്താണ് റിട്ടേൺ ചെയ്യാം, റിട്ടേൺ മെമ്മോ ഓഫ് ഇൻഡെക്സും ടൈറ്റും ഈസ് ഗുഡും അല്ലെ. ഇതാണ് നമുക്ക് മെമ്മോ എന്ന് പുറത്തേക്ക് വരിക. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആയി. ഞാൻ പറഞ്ഞു നമുക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് ഓരോന്നിനും ലിമിറ്റ് കിട്ടാണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വാല്യൂന്റെ ലിമിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് എന്താണ് കറക്റ്റ് ആ വാല്യൂന്നെ ആവും, അല്ലാത്ത വാല്യൂസിന് അത് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താവും, നമുക്ക്
ഇൻറ്റ് ഓഫ് ഡിജിറ്റ്സ് ഓഫ് ഇൻഡെക്സ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ കിട്ടും. 0-ലാവുമ്പോൾ ഫസ്റ്റ് വാല്യൂ കിട്ടും. ഇഫ് എന്താണ് ടൈറ്റ് ട്രൂ ആണെങ്കിൽ എൽസ് നമുക്ക് എന്താണ് 9 എന്ന് കൊടുക്കണം. അപ്പൊ എന്താണ് നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമുക്ക് എന്താണ് റൺ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ടോട്ടൽ കൗണ്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ടോട്ടൽ കൗണ്ട് 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് 4 ന് പകരം ഡിജിറ്റ് നമുക്ക് ഓരോ ഡിജിറ്റല്ല നമ്മൾ നോക്കുന്നത്. അപ്പൊ റേഞ്ച് ഓഫ് ഞാൻ പറഞ്ഞു 0-0-1 വരും, 0-1-0 ഒക്കെ വരും. അപ്പോൾ 0, നമുക്ക് എന്താണ് ഏതുവരെ പോകണം, ലിമിറ്റ് +1 വരെ പോകണം അല്ലെ. അപ്പൊ നമുക്ക് ലിമിറ്റ് +1 വരെ പോകും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ഓരോ ഡിജിറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ കണക്കാക്കിയിട്ട് എഴുതണം അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ഡിജിറ്റിന് നമുക്ക് എന്താണ് പുതിയ ടൈറ്റ് കണ്ടുപിടിക്കണം, പുതിയത് കണ്ടുപിടിക്കണം. എന്നിട്ട് DFS റൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഇതിൽ എന്താ കണ്ടുപിടിക്കുക, ആദ്യം നമ്മൾ ടൈറ്റ് നെക്സ്റ്റ് ടൈറ്റ് ഇടാം. നെക്സ്റ്റ് ടൈറ്റ് എന്ന് പറയുന്നത് എന്താവും, എങ്ങനെ നെക്സ്റ്റ് ടൈറ്റ് കാണാന്നാ ചോദിക്കുന്നത്. നെക്സ്റ്റ് ടൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് ഒന്നെങ്കിൽ ലിമിറ്റ് ഓൾറെഡി നമ്മുടെ എന്താണ് ഈ ഡിജിറ്റും ലിമിറ്റും കൂടിയിട്ടുള്ള ലെങ്ത് ഈക്വൽ, ലിമിറ്റ് പറയുന്നത് 3 ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റ് 3 തന്നെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റിക്ക് എത്തി. അപ്പൊ നമുക്ക് എന്താണ് ടൈറ്റ് ട്രൂ ആക്കാം. അല്ലെങ്കിൽ എന്താണ് ടൈറ്റ് ഓൾറെഡി ട്രൂ ആയിട്ട് വരണം. ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആവണം. അപ്പൊ എന്താണ് ടൈറ്റ് ആൻഡ് എന്താണ് നമുക്ക് ലിമിറ്റ് ഈക്വൽ ടു എന്താണ് ഡിജിറ്റ് അല്ലെ. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടി വരും. ഡിജിറ്റിന്റെ സ്ട്രിങ് ആണ് നമ്മൾ ചെയ്യേണ്ടി വരിക. കാരണം നമ്മൾ മുകളിൽ നമ്മൾ പോയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ ഡിജിറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് ഓഫ് ഡിജിറ്റ് ആവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് വേറൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഇത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഇഫ് ഡിജിറ്റ് സ്ട്രിങ് ഇൻവാലിഡ്, വാലിഡ് ആണെങ്കിൽ അല്ല നോട്ട് ഇൻ വാലിഡ് ആണെങ്കിൽ, ഇപ്പൊ വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ പോകാൻ പാടുള്ളൂ. അപ്പൊ നോട്ട് ഇൻ വാലിഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് അത് ഒരിക്കലും കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടുണ്ട്, അടുത്ത ഇൻഡെക്സിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ടൈറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നെക്സ്റ്റ് ഗുഡ് ആണോ എന്നുള്ളത് നോക്കണം അല്ലെ. നെക്സ്റ്റ് ഈസ് ഗുഡ് കണ്ടീഷൻ, അത് എന്താണ് ഗുഡ് എന്താണ് നമുക്ക് നോക്കേണ്ടത്, ഓൾറെഡി ഈസ് ഗുഡ് ആയിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇത് നമുക്ക് എന്താണ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യണ്ടോ നോക്കാം. നമുക്ക് ഈ വാല്യൂല് എക്സിസ്റ്റ് ചെയ്യണ്ടോ നോക്കിയാൽ മതി, ഈ വരുന്ന ഡിജിറ്റ്. അപ്പൊ നമുക്ക് എന്താണ് ഡിജിറ്റ് ഇൻ ഗുഡ്. അപ്പൊ ഡിജിറ്റ് ഇൻ ഗുഡ്, അപ്പൊ ഒന്നെങ്കിൽ എന്താണ് ഓൾറെഡി ഗുഡ് ആയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് എന്താണ് ഗുഡ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡിജിറ്റ് ഇൻ ഗുഡ് ആവണം. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് എന്താണ് ട്രൂ ആവേണ്ട ആവശ്യമുള്ള, നമുക്ക് എന്താണ് ഇത് ഗുഡ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ കൗണ്ട് നമുക്ക് എന്താണ്, നമ്മൾ DFS ഒന്നും കൂടി ഇനിയും റൺ ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഈ DFS വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്താണ് വൈറ്റ് ബോർഡിൽ കാണിച്ചു തരാം. അപ്പോൾ അത് പേടിക്കണ്ട, അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ഓരോന്നായിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ടൈറ്റ് നെക്സ്റ്റും നമുക്ക് എന്താണ് ഈ DFSനെ വീണ്ടും റൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടൈറ്റ് നെക്സ്റ്റും വരും, പിന്നെ എന്താണ് ടൈറ്റ് നെക്സ്റ്റ് ടൈറ്റ് ആണോ, അപ്പോൾ നെക്സ്റ്റ് ടൈറ്റ് ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ടൈറ്റും വരും, പിന്നെ നെക്സ്റ്റ് ഈസ് ഗുഡും വരും, പിന്നെ നമുക്ക് തന്നെ വേണ്ടു. അപ്പൊ നമുക്ക് എന്താണ് DFXന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ റൺ ചെയ്തു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് മെമ്മോ ചെയ്തിട്ട് ഒരു വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ടോട്ടൽ കൗണ്ട് മെമ്മോയിൽ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് മെമ്മോ ഓഫ് നമുക്ക് ഇതെല്ലാം നമുക്ക് എന്താണ് ഫുള്ളി കഴിയുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്താണ് മെമ്മോ ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ ഇവിടെ ഇൻഡെക്സ് എന്താ നമ്മുടെ ടൈറ്റ് നമ്മുടെ ഈസ് ഗുഡ് എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ടു ടോട്ടൽ കൗണ്ട് ആണ് എഴുതാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ മുന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഉള്ളത് ഞാൻ വിട്ട് പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ മെമ്മോ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തിനാ നമുക്ക് മെമ്മോ വേണ്ടിയിരുന്നത് എന്നുള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇനിയിപ്പോൾ എന്താണ് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എന്തിനെ, നമുക്ക് ടോട്ടൽ കൗണ്ടിന് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഈ ടോട്ടൽ കൗണ്ട് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഡിജിറ്റ് അല്ല ചെയ്യേണ്ടത്, ഡിജിറ്റ് സ്ട്രിങ് ആണ് ചെയ്യേണ്ടത്, കാരണം ഇതൊരു സ്ട്രിങ് ആണ് ഗുഡിനുള്ളിൽ അല്ലെ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതേ കുഴപ്പമില്ല, കേസസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്സെപ്റ്റഡ് ആണേനും ഫസ്റ്റിൽ തന്നെ ആക്സെപ്റ്റഡ് ആയിട്ട് വരും ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇതിനെ ഞാൻ വൈറ്റ് ബോർഡിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓരോന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, മെമ്മോയിസേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. മെമ്മോയിസേഷൻ വിത്ത് DP. ഇത് മെമ്മോയിസേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ മെമ്മോയിസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മെമ്മറിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാന്നുള്ള പോലെയാണ്. അപ്പൊ നമുക്ക് എന്താണ് ക്യാഷ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടുത്തെ മെമ്മോയിസേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരുന്നു, ഒരു ഹാഷ് മാപ്പാണ്. ഈ ഹാഷ് മാപ്പിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക ചെയ്തിരുന്നത്. എന്താ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത്, ഓൾറെഡി വന്ന ഇൻഡെക്സ്, പിന്നെ ഇതെന്താണ് നമ്മുടെ ടൈറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ടൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ, പിന്നെ എന്താണ് ഈസ് ഗുഡ്, ഇതൊരു ഗുഡ് വാല്യൂ ആയിട്ടുള്ള ഡിജിറ്റ് ആണോ എന്നുള്ള ഈ 3 കണ്ടീഷനാണ് നമ്മൾ നമ്മുടെ മെമ്മോയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ എന്താവും, നമ്മൾ ഇതിന്റെ ടോട്ടൽ കൗണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, മെമ്മോ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, എപ്പോഴും നമുക്ക് ആ ഫുള്ള് ഫോർ ലൂപ്പ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്യുള്ളൂ, ആ ഇൻഡെക്സിന്റെ അത് സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഓരോ ഇൻഡെക്സിനും സ്പെസിഫൈ ആണ് അല്ലെ, മനസ്സിലായില്ല ഇതിന്. ഇത് ഓരോ പൊസിഷനും സ്പെസിഫിക് ആണ്. പൊസിഷൻ സ്പെസിഫിക് ആവും എപ്പോഴും എന്താണ് മെമ്മോയിസേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത് ഇതിൽ സ്റ്റോർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ എന്താണ് മെമ്മോയിസേഷൻ വിത്ത് ഡി പിയിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വാല്യൂ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇതേ വാല്യൂ തന്നെ എന്താണ് വീണ്ടും വീണ്ടും വിസിറ്റ് ആവില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡി എഫ് എസ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊരു n=10 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കാം. n=10 എന്ന് പറഞ്ഞ എക്സാമ്പിൾ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡി എഫ് എസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, നമ്മൾ 0 എന്നിട്ടൊരു ഫസ്റ്റ് നമ്മുടെ ഇൻഡെക്സ് 0 എന്ന് കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ ഈസ് ടൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്തായിരുന്നു, ഈസ് ടൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരുന്നു, ട്രൂ എന്ന് കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ ഈസ് ഗുഡ് എന്ന് പറഞ്ഞ വാല്യൂ ഫോൾസ് എന്ന് കൊടുത്തിരുന്നു. ഈ n=10 ആണ് എന്താണ് നമ്മുടെ ഡിജിറ്റ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ നമുക്ക് ഈസ് ടൈറ്റ് എടുക്കാൻ, അപ്പൊ ഈസ് ടൈറ്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ട്രൂ ആയിരുന്നു. പിന്നെ ഈസ് ഗുഡ് എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരുന്നു, ഫോൾസ് ആയിരുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് വാല്യൂ. ഇപ്പൊ ഫസ്റ്റ് വാല്യൂ വരുമ്പോഴാണ് ഇത്. അപ്പൊ ഇവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് എന്താണ് 2 ഡി എഫ് എസ് റൺ ചെയ്യേണ്ടി വന്നിരുന്നു അല്ലെ. നമുക്ക് എന്താണ്, ഇതിലിപ്പോ ഈ ഫസ്റ്റ് ഡി എഫ് എസ് ഇതാണെന്ന് വിചാരിക്കുക, നമ്മൾ ലിമിറ്റിലേക്ക് എത്തിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 2 ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് മനസ്സിലായി. എന്താണ് 0ഉം 1ഉം ആയിട്ട് 2 ആയിട്ട് കൺവേർട്ട് ആയി അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ലിമിറ്റ് നമുക്ക് എന്തായിരുന്നു 2 വരെ അല്ലെ, ഇവിടെ 2 വരെ വരെ ഇതിന്റെ ലെങ്ത് ആണ് നമുക്ക് ലിമിറ്റ് കിട്ടിയിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് വന്നത് 0, അപ്പൊ 1 വരെ വന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഡിജിറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈക്വൽ ടു 1 ആയിരുന്നു എന്താണ് നമ്മുടെ ലിമിറ്റ്. പക്ഷെ എന്താണ് നമ്മുടെ ഫോർ ലൂപ്പ് എന്തുവരെ റൺ ചെയ്തിരുന്നത്, 0 to 1 + 1 ആയിരുന്നു വരെ റൺ ചെയ്തിരുന്നത്. അപ്പൊ 0 to 2 വരെ റൺ ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ എന്താണ് 0ഉം 1ഉം 2ഉം വന്നിരുന്നു അല്ലെ. അപ്പൊ 0ഉം 1ഉം വരേണ്ട ആവശ്യമുള്ളൂ. 2 വരുമ്പോൾ എന്താണ് നമുക്ക് എപ്പോഴും പുറത്തേക്ക് ചാടുന്ന വാല്യൂസ് ആണ് ഉണ്ടാവുക. അപ്പൊ അല്ല 2 വരില്ല, സോറി. അപ്പൊ 0 1 വരും. അപ്പൊ 1 + 1 വരുന്നത് ശരിയാണ്. പക്ഷെ നമുക്ക് എന്താണ് 1 വരെ വരുള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി അറിയാം റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണ് വരിക, n-1 വരെ വരുള്ളൂ അല്ലെ. ഇപ്പൊ 0ഉം 1ഉം മാത്രം ഇതിന് വാല്യൂസ് വരുള്ളൂ. ഇനിയിപ്പോ 0യിൽ വന്നപ്പോ നമുക്ക് എന്താണ് ഈസ്റ്റൈറ്റും ഈസ്ട്രൂവും തമ്മിൽ മാറിയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് അവിടെ നമുക്ക് എന്താണ് ഈസ്റ്റൈറ്റ് എന്തായി മാറി, ഇപ്പൊ 0യിൽ നമുക്ക് എന്തായി മാറും, ഫോൾസ് ആവും. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇതെന്താണ് ലാസ്റ്റത്തെ വാല്യൂ അല്ല, ഇത് നമ്മുടെ ലാസ്റ്റത്തെ വാല്യൂ അല്ലേനും അല്ല, നമ്മുടെ ഈ ലിമിറ്റിന്റെ ലാസ്റ്റത്തെ വാല്യൂ അല്ല. പക്ഷെ എന്താണ് ഓൾറെഡി ഇത് എന്താ ലാസ്റ്റത്തെ വാല്യൂക്കാട്ടിലും ഒരു വാല്യൂ കുറവാണ്. അപ്പൊ നമ്മുടെ ഈസ്റ്റൈറ്റ് ഫോൾസ് ആവും. പിന്നെ ഈസ് ഗുഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ അറിയാം, നമുക്കറിയാം എന്താണ് ഇത് ഗുഡ് എന്ന് പറഞ്ഞ വാല്യൂയിൽ അടങ്ങിയതാണോ എന്ന് നോക്കണ്ട. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞ വാല്യൂയിൽ അടങ്ങിയതാണോ, അല്ല. 2ഉം 5ഉം എന്താ 6ഉം 9ഉം മാത്രമാണ് ഗുഡിൽ അടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഈ 0 എന്ന് പറഞ്ഞ വാല്യൂ എടുത്ത് നോക്കുമ്പോൾ അതെന്താ 2, 5, 6, 9ൽ അടങ്ങിയതല്ല. അപ്പൊ അതും ഫോൾസ് ആവും. അതേപോലെ തന്നെ ഇവിടെ 1 എടുത്ത് നോക്കുമ്പോൾ എന്താണ് 1 എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ലാസ്റ്റത്തെ വാല്യൂ ഓൾറെഡി പ്രസന്റ് അല്ലെ ആണ്. അപ്പൊ അത് ട്രൂ ആയിരുന്നു. പിന്നെ നമുക്ക് എന്താണ് ഈസ് ഗുഡ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഗുഡ് എന്ന് പറയുന്നത് അപ്പോഴും ഫോൾസിനെയാണ്. കാരണം 1ൽ എന്തായാലും ഫോൾസിനെ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ഡി എഫ് എസ് എങ്ങനെ റൺ ആവുക, ഇവിടുത്തെ നമ്മുടെ ഡി എഫ് എസ് റൺ ആവുന്നത് എങ്ങനെ, 0 അല്ല, നമ്മുടെ എന്താണ് ഇൻഡെക്സ് ഞാൻ എന്താ ചെയ്ത്, ഇൻഡെക്സ് നമ്മൾ +1 ചെയ്തു. നമുക്ക് അടുത്ത വാല്യൂക്ക് ഇറങ്ങണ്ടേ, നമുക്ക് ഫസ്റ്റത്തെ വാല്യൂന്റെ ഓക്കെ കണ്ടീഷൻസ് ഇത് രണ്ടുമാണെന്ന് മനസ്സിലായി. പക്ഷെ നെക്സ്റ്റത്തെ വാല്യൂസ് അല്ലേ നമുക്ക് ഇനി കിട്ടേണ്ടത്. അപ്പോൾ നെക്സ്റ്റത്തെ വാല്യൂസ് നമുക്ക് എന്താണ് 1 എന്ന് തുടങ്ങണം, അതാണ് നമ്മുടെ നെക്സ്റ്റ് ഇൻഡെക്സ്. പിന്നെ ഇത് രണ്ടും എന്താണ് നമുക്ക് ഫോൾസ് ആണെന്ന് മനസ്സിലായി അല്ലെ. ഇവിടുത്തെ നമ്മുടെ എന്താണ് ഡി എഫ് എസ് എന്താവും, ഒന്ന് പറയുന്നത് എന്താണ് 1 ആവും, ഇവിടെ എന്താ ട്രൂവും പിന്നെ ഫോൾസും ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് എന്താണ് ഈ ഡി എഫ് എസ് ആണ് റൺ ചെയ്യിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡി എഫ് എസ് റൺ ചെയ്യിക്കുന്നത്, ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞ വാല്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എഫ് എസ് റൺ ചെയ്യിക്കുന്നത്. ഇനി നമ്മുടെ എന്താണ് ഫസ്റ്റ് ഫോൾസും ആണുള്ളത് അല്ലെ. അപ്പൊ ഈ ഫോൾസും എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ഓൾറെഡി നമ്മൾ എന്താ കണ്ടീഷൻ എന്തായാലും എഴുതി വെച്ചിരുന്നത്, ലിമിറ്റ് നമുക്ക് 9 വരെ, ലിമിറ്റ് എന്ന് പറയുന്നത് 9 ആണ് എഴുതിയത്. അപ്പൊ നമുക്ക് എന്താണ് ഫോർ ലൂപ്പിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂസ് ആയി മാറാം, ഫോർ ലൂപ്പിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6,
7, 8, 9 വരെ പോകും. കാരണം നമ്മൾ ലിമിറ്റ് +1 അല്ലേ, അപ്പൊ 9 വരെ പോകും. പക്ഷേ ഇതിൽ നമ്മളൊരു കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. എന്താണ് വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട്, വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ വാലിഡ് അല്ല, നമുക്ക് എന്താണ് വാലിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എവിടെ ഞാൻ എഴുതിക്കപ്പോ വാലിഡ് അല്ലാത്ത ഞാൻ നമ്മൾ ക്വസ്റ്റനിൽ കണ്ടിട്ടായിരുന്നു. അപ്പൊ വാലിഡ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? വാലിഡ് 0 വാലിഡ് ആണെന്ന് എഴുതിയിരുന്നു, 1 വാലിഡ് ആണ്, 2 വാലിഡ് ആണ്, 3 വാലിഡ് അല്ല, 4 വാലിഡ് അല്ല, 5 വാലിഡ് ആണ്, 6 വാലിഡ് ആണ്, 7 വാലിഡ് അല്ല, 8 വാലിഡ് ആണ്, 9 വാലിഡ് ആണ് അല്ലെ. അപ്പൊ ഈ വാല്യൂസ് ഒക്കെയാണ് വാലിഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നു ഓൾറെഡി അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഈ വാല്യൂസ് നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതില് എന്താ ഗുഡ് കണ്ടീഷൻ ഉള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാം ശരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഇതൊക്കെ വാലിഡ് ആണെന്ന് കിട്ടിയില്ലേ. ഇനിയിപ്പോ നമുക്ക് വാലിഡ് ഒക്കെ കിട്ടിയത് എന്താണ് നമുക്ക് ഇവിടേക്ക് വരും. അപ്പൊ നമുക്ക് ഈ വാലിഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് മാത്രമേ നമ്മൾ ഫോർ ലൂപ്പിൽ റൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ കണ്ടിന്യൂ ആയിട്ട് പോലെ. അപ്പൊ നമുക്ക് 0, 1, 2, 5, 6, 8, 9. അപ്പൊ ഈ വാല്യൂസ് ആണ് നമുക്ക് എന്താണ് വാലിഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കേസ് കിട്ടിയത് അല്ലെ. അപ്പൊ ഈ വാലിഡ് ആണെന്നുള്ള കേസ് എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിനും നമ്മൾ കണക്കാക്കേണ്ടത് പിന്നെ അടുത്ത ഡിജിറ്റ്സ് വരും അല്ലെ. പിന്നെ നമുക്ക് എന്താണ് ഈ 0, 1, 2, 5, 6, 8, 9 ഓരോന്നിനും നമുക്ക് എന്ത് കിട്ടും? ഈ DFS 1 ഫോൾസ് എന്നുള്ളത് മാറി മാറി വരും. അപ്പൊ നമുക്ക് എന്താ ഇതിന് നമുക്ക് എന്താണ് ഫോൾസ് ആവും, ഇതിനൊരു വാല്യൂ വരും, ഇതിനൊരു വാല്യൂ വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അടുത്ത റണ്ണില് നമുക്ക് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? അടുത്ത റണ്ണില് DFSന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്നത് എന്താ? ലെങ്ത് ഓഫ് ഡിജിറ്റ്സും ഈക്വൽ ടു നമ്മുടെ എന്താണ് ഇൻഡെക്സും തമ്മിൽ ഈക്വൽ ആണോ എന്നുള്ളതാണ്. അപ്പൊ അടുത്ത വാല്യൂ വരുമ്പോൾ നമുക്ക് അപ്പോഴേ നമുക്ക് പുറത്തേക്ക് എന്താ വരിക? റിട്ടേൺ 0 ഇഫ് ഈസ് ഡിജിറ്റ് അല്ല, ഇഫ് നോട്ട് ഈസ് ഡിജിറ്റ് അല്ല, ഈസ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ എൽസ് റിട്ടേൺ 1. ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഏതിനൊക്കെ നമുക്ക് എന്താണ് 0, 1 കിട്ടും നോക്കിയാൽ പോരെ നമ്മുടെ ടോട്ടൽ കൗണ്ടില്. അപ്പൊ നമുക്ക് 0-ല് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടുള്ളൂ. ഈ 1-ല് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടുള്ളൂ. ഈ 2-ല് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. കാരണം ഇത് ഗുഡ് ആണ് അല്ലെ, ഗുഡ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് 1 കിട്ടും. ഇതില് 5-ല് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 6-ല് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 8-ല് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഈ 9-ല് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ നമ്മുടെ ടോട്ടൽ കൗണ്ട് എന്ത് ചെയ്യും വെച്ചാൽ ഈ ടോട്ടൽ കൗണ്ട് എന്താവും? ഈക്വൽ ടു 4 എന്നാവും അല്ലെ. ഈ ടോട്ടൽ കൗണ്ട് ഈക്വൽ ടു 4 എന്നാവും. ഈ 1 + 1 + 1 + 1 എന്നുള്ളത് ടോട്ടൽ കൗണ്ട് 4 ആവും. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും? നമ്മുടെ മെമ്മോന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യും. മെമ്മോന്റെ ഉള്ളിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും? എത്രാമത്തെ ഇൻഡെക്സ് ആയിരുന്നു അത് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരുന്നു അല്ലെ. അപ്പൊ 1, എന്താണ് നമ്മുടെ അപ്പൊ ലാസ്റ്റ് വരുന്നതല്ലേ. അപ്പൊ നമ്മുടെ എന്താണ് 1, ഫോൾസ്, എന്താണ് അല്ല ഈ 4 എണ്ണത്തിന് വരുമ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് ഡിജിറ്റിനുള്ളിൽ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്നു 1, ഫോൾസ്, 1, ഫോൾസ് ഈക്വൽ ടു 4 നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ നമുക്ക് എന്താണ് ടോട്ടൽ കൗണ്ട് നമുക്ക് തരുന്നത്. ഇതേപോലെ സെക്കൻഡില് നമ്മളിവിടെ ട്രൂവും ഫോൾസും ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പോണ സമയത്ത് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ് മനസ്സിലാകുന്നത്? 1 ട്രൂ ഫോൾസ് വന്നു. പക്ഷെ ലിമിറ്റ് എന്തായി മാറും? ലിമിറ്റ് നമുക്ക് 0 ആയി മാറും. എന്തുകൊണ്ടാണ് 0 ആയി മാറുന്നത്? കാരണം നമുക്ക് എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 0 ആണ് അല്ലെ. അപ്പൊ കാരണം ഇവിടെ ലിമിറ്റ് ഈക്വൽ എന്ന് പറയുന്നത് ഡിജിറ്റ് ഓഫ് ഇൻഡെക്സ് എന്നാണ് കിട്ടുക. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈസ് ഡിജിറ്റ് ഈസ് ടൈറ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റ് ഓഫ് ഇൻഡെക്സ് എടുക്കുന്നത്. അപ്പൊ ഡിജിറ്റ് ഓഫ് ഇൻഡെക്സ് പറയുന്നത് 0 ആണ്. അപ്പൊ ഡിജിറ്റ് ഓഫ് ഇൻഡെക്സ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ലിമിറ്റ് എന്തായി മാറും? 0 ആയി മാറും അല്ലെ. ലിമിറ്റ് 0 ആയി മാറും. ലിമിറ്റ് 0 ആണെങ്കിൽ നമുക്ക് എന്താണ് ഫോർ ലൂപ്പേ റൺ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഫോർ എന്താണ് വർക്ക് ആവുന്നില്ല. പിന്നെ അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ടോട്ടൽ കൗണ്ട് എന്താണ് ഇവിടുന്ന് തന്നെ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ കൗണ്ട് ഈക്വൽ 0 എന്ന് കിട്ടുകൊണ്ട് നമ്മുടെ മെമ്മോന്റെ ഉള്ളിൽ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? മെമ്മോ ഓഫ് എന്താ 1, ട്രൂ, ഫോൾസ് എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ എന്താണ് മേജർ ആയിട്ടുള്ള നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് രണ്ടും കൂടിയിട്ട് ഇതെന്താണ് ഇത് രണ്ടും കൂടിയിട്ട് ഇങ്ങോട്ട് ഫോം ചെയ്യും അല്ലെ. ഇത് രണ്ടും കൂടിയിട്ട് ഇതിനുള്ള വാല്യൂ മാറും. ഇതിനുള്ള വാല്യൂ മാറുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് എന്ത് വരും? 4 + 0 എന്ന് വരും. അത് എന്തായി മാറും? 4 എന്നായി മാറും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഇതിന്റെ ലാസ്റ്റ് റിസൾട്ട് നമ്മുടെ റിട്ടേൺ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ടില് നമ്മുടെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും? 4 റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ എന്താണ് 1, 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? നമുക്കപ്പോ ഏതൊക്കെയാണ് വരുന്നത്? 2, 5, 6, 9 ആണ് ആകെ ഉള്ള 4 എന്താണ് ഈ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് കണ്ടതിൽ നന്ദി. താങ്ക് യു.